മോനിപ്പോൾ എങ്ങോട്ടും പോണ്ട. ബാപ്പച്ചി പറയുന്നത് കേൾക്ക്. ഇപ്പം സമയം എത്രയായി വരിക. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോണ്ടെന്ന് ബാപ്പച്ചി പറയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥകൾ ഓരോന്നും കേൾക്കുന്നില്ലേ. മക്കളാ രക്ഷിതാക്കൾ ഉപദേശിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടി അറിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് ബാപ്പച്ചി ഇതേ വരണം. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. മോനെ, ഞാൻ വീടിനകത്ത് ഇറങ്ങിയിട്ട് ഉമ്മച്ചിനോട് പോക്കിച്ചിങ്ങനെ ഇനി വീടിനകത്തെങ്കിലും ഇറങ്ങിപ്പോരുത് കേട്ടോ. മനസ്സിലായോ എനിക്ക്? ആ എവിടെയാണ് വർക്ക്? നാളെ ആണോ? ആയിക്കോട്ടെ, ഞാൻ രാവിലെ അങ്ങോട്ട് എത്തിയാൽ പോരെ? ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ആ അസീസ്, ഇതെന്താ ഇവിടെ സൈഡാക്കി? ഒരേന്ന് ചെറിയോനോട് ഒന്ന് രണ്ട് കാര്യം പറയില്ല. അതെന്ത് പറ്റി? മോനങ്ങനെ ഒരു പ്രശ്നക്കാരനല്ലേലോ. ഓനങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല. ഓനിങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി നടക്കുന്നതിനും അങ്ങനെ ഓരോരോ കാര്യം എൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ ഓൻ്റെ ഉമ്മനോട് ഓൻ പറഞ്ഞ വാക്ക് ഒരേ സ്വാതന്ത്ര്യമല്ല. പിന്നെ അത് കേട്ടപ്പോൾ ഞാൻ ദേശം നന്നാക്കി പറയേണ്ടി വന്നു. അത് നോക്കണ്ട സുഖ, കുട്ടികളല്ലേ. ഈറ്റിങ്ങൾ ഈ കാണുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാണല്ലോ. ഓൽക്കും എന്തൊക്കെയൊക്കെ തോന്നുകയാണ്. നോക്കണ്ട, വലിയൊരു കാര്യമാക്കണ്ട. കുട്ടികളാന്ന് വെച്ചിട്ട് കാര്യമില്ല. ചില നേരത്തുണ്ടല്ലോ ഓരോ സ്വഭാവം കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. നമ്മുടെ ജബ്ബാർ ഖാന്റെ കൊണ്ടല്ലേ? ആ ആ ആ അത് വാപ്പ കണ്ടമാനം സ്വത്തുണ്ടാക്കിയിട്ട്. ഇങ്ങനെ വരുന്നത് അല്ല മോനെ, ഇതൊക്കെ നിർത്തിയിട്ട് എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിച്ചൂടെ. എൻ്റെ വാപ്പയ്ക്ക് എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തുമാതിരി സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടീനു. അതെല്ലാം ഇനി വിറ്റ് നശിപ്പിച്ച് കള്ളും മറ്റേ എന്തൊക്കെയോ ഉപയോഗിച്ച് നടക്കുന്നു. ഈ കോലത്തിലായില്ല മോനെ. നിങ്ങൾക്കൊന്നല്ലേ കണ്ടി ഞാൻ ഇങ്ങനെ കാരണോ ഇഞ്ച വാപ്പയമ്മയും തന്നെ റോഫേ, സ്വബോധമല്ലാന്ന് വിചാരിച്ചിട്ടേ ഞാൻ മരിച്ചുപോയ പാവത്തങ്ങൾ പറയരുത്. പഠിച്ചോൻ പൊറക്കൂല എന്നോട്. ഞാൻ പറഞ്ഞാലോ തെറ്റില്ല സിസ്ക. ഇന്നെ നിയന്ത്രിക്കുന്ന ടൈമിന് ഓനെ നിയന്ത്രിച്ചില്ല. അതിന് ഏറ്റവും വലിയ തെറ്റാ. അല്ലേടോ, ഓലെങ്ങനെ നിയന്ത്രിച്ചില്ലെന്നാ ഇനി പറയുന്നത്? ഞാൻ പൈസക്ക് ചോദിക്കുമ്പോ എന്തിനാ എങ്ങനെയാ ചോദിക്കാണ്ട് ഓലും ഇങ്ങോട്ട് എടുത്തരും. ഞാൻ നേരം വൈകി വന്ന് രാത്രി 12 വന്നാലും ഓല് ചോദിക്കുകയും പറയൊന്നുമില്ല. ഇനി 4 ദിവസം ഞാൻ പൊരയിൽ വന്നില്ലാലും ബസ്സല്ല. അന്ന് ഓല് ഞാൻ നിയന്ത്രിച്ചിനെങ്കിൽ എനിക്ക് ഗതി വരൂലായിരുന്നു. എന്റെ വാപ്പയമ്മേ എന്നെ ശ്രദ്ധിക്കായിട്ടോ അല്ലെങ്കിൽ നോക്കായിട്ടോ ഒന്നും അല്ലായിരുന്നു. ഓലൊറ്റ മോനായതുകൊണ്ട് ഓല ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യവും സ്നേഹവും എനിക്ക് തന്നു. പക്ഷെ ഇനി അതെന്ത് ചെയ്ത് അത് ദുരുപയോഗം ചെയ്തു. ഇനി അത് മുതലെടുത്തു. അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ നശിച്ചു പോയത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. ഞാൻ നന്നാവൂല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ രക്ഷിതാക്കൾക്കും ഒരു വിശ്വാസമുണ്ട്, നിന്റെ മക്കൾ അതിന് പോകൂല, നിന്റെ മക്കൾ അത് ചെയ്യൂല എന്നുള്ളത്. അതിനെ കൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് അതാണ് രക്ഷിതാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് സുഖ.